ജപ്പാനിലെ ഹിരോഷിമയ്ക്ക് സമീപമുള്ള മിയാജിമ ദ്വീപിലെ കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ദ്വീപിലെ ഇറ്റ്സുകുഷിമ ഷ്രൈനും പ്രശസ്തമായ ടോറി ഗേറ്റുമൊക്കെ കാണാനാണ് ഈ ദ്വീപിലേക്ക് വന്നത്. വഴിയരികിൽ പലവിധ വിഭവങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. ഇയാൾ കല്ല് പൊട്ടിച്ച് ഫ്രൈ ചെയ്യുകയാണെന്ന് തോന്നും. ഇത് പാറക്കല്ല് പൊട്ടിച്ചതല്ല, ഓയിസ്റ്ററാണ്, മുത്തുച്ചിപ്പി. അത് കാണുമ്പോൾ പാറകഷ്ണങ്ങൾ പോലെയാണ് ഇരിക്കുന്നത്. പിളർന്നു കഴിയുമ്പോൾ അതിനകത്ത് മാംസമുണ്ട്. ആ മാംസം ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ഇയാൾ. അത് തിരിച്ചും മറിച്ചുമൊക്കെ ഇടുന്നു. ഓയിസ്റ്റർ പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ളതുണ്ട്. ഇത് വമ്പൻ മുത്തുച്ചിപ്പിയാണ്. ഇത്തരം ഓയിസ്റ്ററിന്റെ കൃഷിയും ഇവിടുത്തെ ഉൾക്കടലിൽ നടക്കുന്നുണ്ട്. റെഡിയാവുന്ന മുറയ്ക്ക് ആളുകൾ വന്ന് ഗ്രില്ല് ചെയ്ത ഓയിസ്റ്റർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. 1ഉം 2ഉം ഒക്കെ കൊടുക്കുന്നു. 500 യെൻ 400 യെൻ ഒക്കെയാണ് വില. അവിടെ നിന്ന് നടന്നു. പഴയ മരവീടുകൾ പോലുള്ള ജാപ്പനീസ് ട്രഡീഷണൽ കെട്ടിടങ്ങൾ, അതിന്റെ മുന്നിൽ മരത്തിന്റെ ചക്രങ്ങൾ. ആ ഒരു മരവീടിനകത്തേക്ക് ഞാൻ കയറി ചെന്നു. അപ്പോഴാണ് മുൻഭാഗത്ത് കണ്ടതൊന്നും ഒന്നുമല്ലെന്ന് മനസ്സിലായത്. അങ്ങാടി മരുന്ന് കട പോലുള്ള ഒരു കട. കുറെ പഴയ ഉപകരണങ്ങളും മറ്റും ഇരിപ്പുണ്ട്. 100 വർഷം മുമ്പത്തെ ഒരു പീടികയിലേക്ക് കയറി ചെന്ന പോലെയുണ്ട്. കുറെ കുപ്പികളാണ് പ്രധാനമായും ഇവിടെ വെച്ചിരിക്കുന്നത്. ലേഹ്യമോ കഷായമോ ആണെന്ന് തോന്നും. പലതരം കുപ്പികൾ അടപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. വാഴയില കൊണ്ട് മൂടി വാഴച്ചരട് കൊണ്ട് കെട്ടിയതാണ് ചില കുപ്പികൾ. ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതിവിടുത്തെ ഷോച്ചു എന്ന ജാപ്പനീസ് വോഡ്കയാണ്. സംഗതി കൊള്ളാം. മുന്തിരിയും മറ്റും പുളിപ്പിച്ചാണല്ലോ വൈൻ ഉണ്ടാക്കുന്നത്. എന്നാൽ ഷോച്ചു വാറ്റിയെടുക്കുന്ന മദ്യമാണ്. അതുണ്ടാക്കുന്ന പാത്രങ്ങളും വാറ്റുപകരണങ്ങളുമെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അരി, ബാർലി, ഗോതമ്പ് എന്നിവയൊക്കെയാണ് ഷോച്ചു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വാറ്റുന്ന സമയത്ത് അതിൽ പലവിധ പച്ചമരുന്നുകളും മറ്റും ചേർക്കും. വേറെയും ആളുകൾ കടയിലേക്ക് കയറി വരുന്നുണ്ട്. ഞാൻ ഷോച്ചു കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. 36 പേരുടെ ഒരു സംഘവുമൊത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ വേറെ ആരെയും കാണുന്നില്ല. ഞാൻ എൻ്റെ വഴിക്കും അവർ അവരുടെ വഴിക്കുമാണ് നടക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, സഞ്ചാരം ഷൂട്ടിങ്ങിന് ഒരു ഗ്രൂപ്പിനൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് പോകണമെന്ന്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. സംഘത്തിനൊപ്പം ഒരു ബസ്സിൽ യാത്ര ചെയ്തു എന്ന വ്യത്യാസമേ ഉള്ളൂ. ഒറ്റയ്ക്ക് വന്നാലും സഞ്ചാരത്തിലൂടെ കാണിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെയായിരിക്കും. നടന്ന് ഇവിടുത്തെ ഫെറി ടെർമിനലിലേക്കെത്തി. ഈ ദ്വീപിൽ നിന്നും മടങ്ങേണ്ട സമയമായി. ഞാൻ ചെല്ലുമ്പോഴേക്കും സംഘത്തിലെ മറ്റുള്ളവരെല്ലാം ഇവിടെ വന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് വിശ്രമിക്കുകയാണ്. ഞങ്ങൾ ഫെറി ബോട്ടിലേക്ക് അടുക്കുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർ താണു വണങ്ങുന്നു. ഇതിവരുടെ ഒരു ശീലത്തിന്റെ ഭാഗമാണ്. എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ ജീവനക്കാരും പൊതുജനങ്ങളെ ഇങ്ങനെ വണങ്ങിക്കൊണ്ടിരിക്കും. ട്രെയിനിലും ബസ്സിലും വിമാനത്തിലുമൊക്കെ കയറുമ്പോഴും നമുക്കിത് കാണാം. ജപ്പാൻകാരുടെ ആചാരമര്യാദകളുടെ ഭാഗമാണ് ആ വണങ്ങൾ. ഫെറി ബിൽഡിംഗിൽ ബോട്ട് പുറപ്പെടുന്നിടത്തേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ബോട്ട് വരുന്നുണ്ട്. നനൗറ മാരു എന്ന ബോട്ട്. മറ്റു ബോട്ടുകളും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബോട്ട് എന്നല്ല, ഇവർ ഇതിനെ ഫെറി ഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. വന്ന ഉടനെ തന്നെ നനൗറ മാരുവിൽ നിന്ന് പോലീസിന്റെ വണ്ടിയൊക്കെയാണ് ആദ്യം ഇറങ്ങി വരുന്നത്. ഓരോ ട്രിപ്പിലും 2ഓ 3ഓ വണ്ടികളൊക്കെ ഉണ്ടാവുകയുള്ളൂ. കാരണം മിയാജിമ ഒരു ചെറിയ ദ്വീപാണ്. ജനവാസവും വളരെ കുറവ്. അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങളുടെ ഒന്നും പ്രസക്തി ഇവിടെയില്ല. പോലീസ്, ചില ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങനെയുള്ളവർക്കേ ഇവിടെ വണ്ടിയുടെ ആവശ്യമുള്ളൂ. എല്ലാ ഫെറിയും നിറയെ ആളുകളുമായിട്ടാണ് ഇവിടെ വന്നെടുക്കുന്നത്. ടൂറിസ്റ്റുകളാണ് അതെല്ലാം. ഞങ്ങൾ പോകുന്നത് വേറൊരു ഫെറിയിലാണ്. അതിൽ ചെന്നു കയറി. ഇവിടേക്ക് സർവീസ് നടത്തുന്ന എല്ലാ ബോട്ടിനും ഒരേ രൂപവും വലിപ്പവുമൊക്കെയാണ്. മുകളിലത്തെ നിലയിലാണ് ഇരിക്കേണ്ടത്. താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടമാണ്. ഞങ്ങൾ എല്ലാവരും കയറി. കൃത്യസമയം പാലിക്കുന്ന ബോട്ടുകളാണ്. ഓരോ 10 മിനിറ്റ് ഇടവിട്ട് ഇവിടെ നിന്നും ഒരു ഫെറി പുറപ്പെടുന്നുണ്ട്.
മിയാജിമായിലെ പ്രശസ്തമായ ടോറി ഗേറ്റ് അങ്ങകലെ കാണാം. അതിനടുത്തു നിന്നുമാണ് ഞാൻ ഫെറിയിലേക്ക് വന്നത്. 1903 മുതൽ ഇവിടേക്ക് സ്ഥിരമായി ഫെറി സർവീസ് ഉണ്ട്. 500ഓളം യാത്രക്കാർ ഈ ഫെറിയിൽ എപ്പോഴും ഉണ്ടാകും. 2 നിലകളിലായി പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. മറ്റു ഫെറികളും കടന്നുപോകുന്നു. ഉൾക്കടലിലൂടെ മെയിൻലാൻഡിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് മിയാജിമ ദ്വീപ്. നമ്മുടെ ആളുകൾ അകത്തും പുറത്തുമൊക്കെയുണ്ട്. വേണമെങ്കിൽ അകത്ത് AC ഉള്ളിടത്തിരിക്കാം. 15 മിനിറ്റ് കൊണ്ട് ഫെറി മറുകരയിലെത്തി. എല്ലാവരും പുറത്തേക്ക് നടന്നു. ഇനിയാണ് ഹിരോഷിമ എന്ന നഗരത്തിൽ ഏറ്റവും സുപ്രധാനമായ കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഫെറി ബിൽഡിങ്ങിലൂടെ നടന്നു. വിശാലമായ പാർക്കിംഗ് ഏരിയയിൽ ബസ്സുകൾ നിരന്നു കിടക്കുന്നു. ബസ്സിലേക്ക് ചെന്നു കയറി. ഇനി ഞങ്ങൾ ലോകത്തെ നടുക്കിയ ആദ്യത്തെ ആറ്റമിക് ബോംബ് സ്ഫോടനമുണ്ടായ ഗ്രൗണ്ട് സീറോയിലേക്കാണ് പോകുന്നത്. ഗൈഡ് ടാക്സൺ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. ഹിരോഷിമ ബോംബ് സ്ഫോടനമെന്നാൽ ലോകചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കിയ സംഭവമാണ്. 100,000-ലേറെ ആളുകൾ അതേ സെക്കൻഡിൽ തന്നെയും അടുത്ത ദിവസങ്ങളിലായി ഏതാണ്ട് 100,000 പേരും മരിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഒറ്റ ബോംബ് സ്ഫോടനത്തിൽ ഒരു പ്രദേശത്ത് അത്രയും ആളുകൾ മരിച്ച ഒരു സംഭവം വേറെയില്ല. അതിനുശേഷവും അതിനു മുൻപും അങ്ങനെ ഒരു ചരിത്രമേയില്ല. അവിടേക്കുള്ള യാത്ര തുടരവേ ആ മഹാദുരന്തത്തിന്റെ പശ്ചാത്തലമായിരുന്നു എന്റെ മനസ്സിൽ. 2ാം ലോകമഹായുദ്ധം തുടരുകയാണ്. യൂറോപ്പിൽ യുദ്ധം ഏതാണ്ട് അവസാനിച്ചു. ജർമ്മനിയിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. നാസി സൈന്യം നാമാവിശേഷമായി. 6 കൊല്ലമായി തുടർന്നു വരുന്ന യുദ്ധമാണ്. ജർമ്മനി കീഴടങ്ങിയതോടെ ജപ്പാൻ ഉൾപ്പെടുന്ന അച്ചുതണ്ട് ശക്തി ദുർബലമായി. എങ്കിലും ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായില്ല. അമേരിക്കയും സഖ്യകക്ഷികളും പല മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ജപ്പാൻ വഴങ്ങിയില്ല. ജപ്പാന്റെ സൈന്യം ഇന്ത്യ വരെ ആക്രമിക്കാനുള്ള ഒരുക്കത്തിൽ കിഴക്കനേഷ്യ മുഴുവൻ പിടിച്ചടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാൻഹാട്ടൻ പ്രോജക്ട് എന്ന പേരിൽ അമേരിക്ക വികസിപ്പിച്ചുകൊണ്ടിരുന്ന ആറ്റം ബോംബ് അപ്പോഴേക്കും പ്രയോഗത്തിന് തയ്യാറായിരുന്നു. അത് ജപ്പാനിൽ ഇടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ടായിരുന്നു. സഖ്യകക്ഷികളിലെ ഒരു കക്ഷി USSR ആണ്. 2ാം ലോകമഹായുദ്ധത്തിൽ USSR പിടിച്ചടക്കിയ യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗങ്ങളെല്ലാം സോവിയറ്റ് സ്വാധീനത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതായത് അവിടമെല്ലാം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാവുന്നു. ഇത് ഒരു ഭീഷണിയാണെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. യുദ്ധം മുന്നോട്ടു പോയാൽ ജപ്പാനെയും സോവിയറ്റ് യൂണിയൻ ആക്രമിക്കും. കാരണം സോവിയറ്റ് യൂണിയനോട് ചേർന്നാണ് ജപ്പാന്റെ സ്ഥാനം. സോവിയറ്റ് യൂണിയൻ ജപ്പാനെ കീഴടക്കിയാൽ താമസിയാതെ ജപ്പാനും ഒരു സോവിയറ്റ് രാഷ്ട്രമായി മാറും. അതൊഴിവാക്കാൻ എന്താണ് മാർഗമെന്ന് അമേരിക്ക ചിന്തിച്ചു. ഉള്ള നേരത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. റഷ്യ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. എങ്കിലും ആശയപരമായി ഇരു കൂട്ടരും 2 ചേരിയിലുമാണ്. എത്രയും വേഗം ജപ്പാനെ തങ്ങൾ കീഴടക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. അങ്ങനെയാണ് ആറ്റം ബോംബിട്ട് ജപ്പാനെ സമ്മർദ്ദത്തിലാക്കാനും കീഴടങ്ങാൻ പ്രേരിപ്പിക്കാനും തീരുമാനിച്ചത്. ഹിരോഷിമയിൽ ബോംബിടും. യുദ്ധം തീർന്നില്ലെങ്കിൽ കൊക്കൂറ എന്ന പട്ടണത്തിൽ ബോംബിടണം. കൊക്കൂറയിൽ ഇടാൻ കൊണ്ടുപോയ ബോംബാണ് പിന്നീട് നാഗസാക്കിയിലിട്ടത്. ഫാറ്റ്മാൻ, ലിറ്റിൽ ബോയ് എന്നിങ്ങനെ പേരിട്ട 2 ആറ്റം ബോംബുകൾ കൊണ്ട് ജപ്പാനെ അടിയറവ് പറയിക്കാൻ അമേരിക്ക തീരുമാനിച്ചു. 1945 ഓഗസ്റ്റ് 6-ാം തീയതി ഹിരോഷിമയിൽ ബോംബിടാൻ അമേരിക്ക ഉറപ്പിച്ചു. അവരത് നടപ്പാക്കുകയും ചെയ്തു. അതാണ് ഇതിന്റെ പശ്ചാത്തലം. സോവിയറ്റ് യൂണിയൻ ജപ്പാനെ പിടിച്ചടക്കുന്നതിന് മുൻപ് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു അമേരിക്ക. പക്ഷേ അമേരിക്ക പ്രതീക്ഷിച്ചതിലും ഭീകരമായിരുന്നു ഹിരോഷിമയിലെ ദുരന്തം. ഞങ്ങൾ ഹിരോഷിമ നഗരത്തിലേക്കെത്തി. ഈ കാണുന്ന കെട്ടിടങ്ങളും പ്രദേശങ്ങളുമെല്ലാം 1945 ഓഗസ്റ്റ് 6-ന് ചാരമായി പോയിരുന്നു എന്നോർമ്മിക്കണം. നഗരഹൃദയം ഉൾപ്പെടെ 6 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം മുഴുവൻ നിമിഷനേരം കൊണ്ട് ഭസ്മമായി പോയി. 7000 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ബോംബ് പൊട്ടിയപ്പോൾ ഉണ്ടായ താപം. ഉരുക്ക് മെൽറ്റ് ചെയ്യാൻ
1300 1400 ഡിഗ്രി സെൽഷ്യസ് ചൂട് മതിയെങ്കിൽ ഇവിടെ 7000 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട്. അതിന്റെ തീവ്രത എത്രയായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക. ബസ്സിൽ നിന്നിറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി. ഇവിടുത്തെ റിഹ്ഗ റോയൽ ഹോട്ടലിന്റെ ഭാഗമായ റെസ്റ്റോറന്റാണ്. ഇവിടെ കയറാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എല്ലാവരും ഭക്ഷണത്തിലേക്ക് പോകുന്നു. 10-60 വിഭവങ്ങളുള്ള ബൊഫേ ലഞ്ചാണ്. എല്ലാത്തരം വിഭവങ്ങളുമുണ്ട്. ഡെസേർട്ട് തന്നെയുണ്ട് 10-12 ഐറ്റം. അതുപോലെ തന്നെ ചില ഇന്ത്യൻ വിഭവങ്ങളുമുണ്ട്. ഞങ്ങൾക്ക് സ്പെഷ്യലായി പാനിപൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വിശേഷമുണ്ട്. ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിന്റെ നേരെ മുകളിൽ 500 മീറ്റർ ഉയരത്തിൽ വെച്ചാണ് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടുന്നത്. 1945 ഓഗസ്റ്റ് 6-ന് വെന്തുരുകിപ്പോയ ഒരു സ്ഥലം ഇന്ന് ജാപ്പനീസ് രുചിഭേദങ്ങൾ ആസ്വദിക്കാവുന്ന ഒരു ലോകോത്തര ഭക്ഷണശാലയും ആഡംബര ഹോട്ടലുമായി മാറിയിരിക്കുന്നു. ഏറ്റവും കിരാതമായ നാശത്തിൽ നിന്ന് ഏറ്റവും ആധുനികതയിലേക്കുള്ള ഒരു രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നേരിട്ട് അനുഭവിക്കുകയാണ് എന്റെ സഹയാത്രികർ. തങ്ങളിരിക്കുന്നത് 7000 ഡിഗ്രി സെൽഷ്യസിൽ ഉരുകിത്തിളച്ചിരുന്ന ഒരിടത്താണെന്നറിയാതെ ഭക്ഷണം ആസ്വദിക്കുന്നു എന്റെ സുഹൃത്തുക്കൾ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി ഒരു സ്മാരകത്തിലേക്കാണ് പോകുന്നത്. ആറ്റം ബോംബ് പൊട്ടിയതിന്റെ സ്മാരക പ്രദേശത്തേക്ക്. ആറ്റമിക് ബോംബ് ഡോം എന്ന കാഴ്ചയൊക്കെ അവിടെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണത്. ഇതെല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിനകത്തുള്ള സ്ഥലങ്ങളാണ്. ബസ്സിൽ നിന്നിറങ്ങി. ഈ കാണുന്ന നഗരഭാഗങ്ങളൊന്നും ബോംബിംഗ് കഴിഞ്ഞപ്പോൾ അവശേഷിച്ചിരുന്നില്ല. ഇതൊക്കെ 2ാം ലോകമഹായുദ്ധത്തിന് വർഷങ്ങൾക്ക് ശേഷം പുനർനിർമ്മിക്കപ്പെട്ടതാണ്. നടന്ന് ഞങ്ങൾ ഇവിടുത്തെ ഒരു പാലത്തിലേക്കെത്തി. അയോയി പാലം എന്നാണ് ഇതറിയപ്പെടുന്നത്. പാലത്തിനടിയിൽ കൂടി ഒട്ടാ നദി ഒഴുകുന്നു. ആ കാണുന്നതാണ് ആറ്റമിക് ബോംബ് ഡോം എന്നറിയപ്പെടുന്ന കെട്ടിടം. ബോംബിംഗ് നടന്ന ദിവസം ഈ നഗരം മുഴുവൻ ഉരുകിപ്പോയപ്പോഴും അവശേഷിച്ച അപൂർവം കെട്ടിടങ്ങളിലൊന്ന്. നഗരത്തിന്റെ 6 സ്ക്വയർ കിലോമീറ്റർ ഭാഗം മുഴുവൻ ചാരമായപ്പോൾ ഈ ഭാഗത്തെ തകരാത്ത കെട്ടിടം. അയോയി T ആകൃതിയിലുള്ള ഒരു പാലമാണ്. ബോംബിടാനായി അമേരിക്ക അടയാളമായി വെച്ചിരുന്നത് ഈ പാലമായിരുന്നു. കാരണം ആകാശത്തു നിന്ന് നോക്കുമ്പോൾ ഇത് T ഷേപ്പിൽ കൃത്യമായി കാണാനാവും. നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് പാലം. അതുകൊണ്ടാണ് ബോംബിടാൻ പാലം ലക്ഷ്യം വെച്ചതും. എനോളഗെ എന്ന വിമാനത്തിൽ നിന്നുമിട്ട ലിറ്റിൽ ബോയ് എന്ന ബോംബ് നിലത്തു വന്ന് വീണില്ല. അത് ആകാശത്ത് വെച്ച് തന്നെ പൊട്ടി. നഗരത്തിന് ഏതാണ്ട് 500 മീറ്റർ ഉയരത്തിൽ വെച്ച്. 7000 ഡിഗ്രി സെൽഷ്യസ് ചൂട് നഗരത്തിന് മുകളിലേക്കിറങ്ങി. വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി ചൂട് മതിയെന്നോർക്കണം. ജപ്പാനിലെ പ്രമുഖ ബാലസാഹിത്യകാരനായിരുന്ന മീക്കിച്ചി സുസൂക്കിയാണിത്. ഇത് റെഡ് ബേർഡ് മോണുമെന്റ് ആണ്. ആറ്റം ബോംബ് ദുരന്തത്തിൽ നിന്നുള്ള ഹിരോഷിമയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകവും ലോകസമാധാനത്തിനുള്ള പ്രതീക്ഷയുമാണ് ഈ സ്മാരകം. ജാപ്പനീസ് ബാലസാഹിത്യത്തിന്റെ പിതാവാണ് മീക്കിച്ചി സുസൂക്കി. അങ്ങനെ പല സ്മാരകങ്ങളുണ്ടിവിടെ. ഞാൻ നടന്ന ആറ്റമിക് ഡോമിന് സമീപമെത്തി. ജൻബാക്കു ഡോം എന്നും ഇതറിയപ്പെടുന്നു. ഈ കെട്ടിടം അന്നത്തെ ഒരു എക്സിബിഷൻ സെന്റർ ആയിരുന്നു. അതിന് മാത്രം ഇത്രയും തകർച്ചയെ സംഭവിച്ചുള്ളൂ. അത് അത്ഭുതമാണ്. ബാക്കി എല്ലാ കെട്ടിടവും തകർന്നടിഞ്ഞുപോയി. പിന്നെ അവശേഷിച്ച ഈ കെട്ടിടത്തെ ആറ്റം ബോംബിന്റെ സ്മാരകമായി ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണ്. 1945 ഓഗസ്റ്റ് 6-ന് ഏതു വിധമായി പോയോ അതേ അവസ്ഥയിൽ ഈ കെട്ടിടം ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണ്. ചരിത്രം നിശ്ചലമായി പോയ ആ സ്ഥലത്ത് വെച്ച് ഞാനും എൻ്റെ ഒരു ഷോട്ട് എടുത്തു. ഇവിടെ ഞാൻ എത്തിയതിൻ്റെ ഓർമ്മചിത്രം പോലെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നുമറിയാതെ ജീവിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ. അവർ ദൈനംദിന കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരുന്ന ഒരു ദിവസം.
അപ്പോൾ തലയ്ക്ക് മുകളിൽ 7000 ഡിഗ്രി സെൽഷ്യസ് ചൂട് വമിക്കുന്ന ഒരു ബോംബ് പൊട്ടുകയാണ്. നിമിഷനേരം കൊണ്ട് നഗരം ഉരുകിപ്പോയി. അമേരിക്ക ഈ കെട്ടിടത്തിൽ ബോംബിട്ടു എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അതല്ല, ഒരു നഗരത്തിൽ അന്ന് അത് മാത്രമേ അവശേഷിച്ചുള്ളൂ. ബാക്കി മുഴുവൻ ഭസ്മമായിപ്പോയി. പിന്നെ നഗരത്തിന് 6 ചതുരശ്ര കിലോമീറ്ററിന് പുറത്തേക്ക് പോകും തോറും ആഘാതം കുറഞ്ഞു വന്നു. നഗരഹൃദയത്തിൽ നിന്ന് 3-4 കിലോമീറ്റർ പുറത്തുള്ളവർക്ക് പൊള്ളലേറ്റതേയുള്ളൂ. അവരുടെ ശരീരമാകെ ഉരുകി ഒലിക്കുകയായിരുന്നു. തീവ്രമായ പൊള്ളൽ, അണുവികിരണം എന്നിവയൊക്കെ ഉണ്ടായി. നഗരത്തിൽ മൊത്തമുണ്ടായിരുന്നതിൽ 2/3 ഭാഗം കെട്ടിടങ്ങളും തകർന്നുപോയി. എന്നാൽ ഈ കെട്ടിടം മാത്രം എന്തോ പ്രത്യേകത കൊണ്ട് നിലം പതിക്കാതെ നിന്നു. പിന്നീടുള്ള കാലത്ത് ആ ദിനത്തിന്റെ ഭീകരത ലോകത്തോട് വിവരിക്കാനെന്നോണം. അങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ സർവൈവർ സ്പീക്സ് എന്ന ബോർഡുമായി ഒരാളുണ്ട്. അയാളുടെ അടുത്ത് ആളുകൾ കൂടി നിൽക്കുന്നു. ഞാനും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഇദ്ദേഹം ഒരു ആറ്റം ബോംബ് സർവൈവറാണ്. മീറ്റോ കൊസൈ എന്നാണ് പേര്. ഇദ്ദേഹം 4 മാസം ഗർഭത്തിലിരിക്കുമ്പോഴാണ് ബോംബ് സ്ഫോടനമുണ്ടാകുന്നത്. അങ്ങനെ മീറ്റോയും ഒരു സർവൈവറായി. സ്ഫോടനത്തിന്റെ ചരിത്രവും കഥകളും ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുന്ന അംഗീകൃത ഗൈഡാണ് മീറ്റോ കൊസായി. ഒരു ഗൈഡുമാണ്, സർവൈവറുമാണ്. ഞാൻ അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിച്ചു. 77 വയസ്സുണ്ട് മിറ്റോയ്ക്ക്. നേരത്തെ അധ്യാപകനായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി എല്ലാ ദിവസവും മിറ്റോ ഇവിടെ വന്ന് ആറ്റം ബോംബ് സ്ഫോടനത്തിന്റെ കഥ ആളുകളോട് പറയുന്നു. എനിക്കും ഒരു വിവരണം തന്നു. സ്ഫോടനം നടക്കുമ്പോൾ നഗരഹൃദയത്തിൽ നിന്നും 7 കിലോമീറ്റർ അകലെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബം താമസിച്ചിരുന്നത്. മിറ്റോയുടെ കുടുംബത്തിലെ എല്ലാവരും ആറ്റം ബോംബിന്റെ ഇരകളായി. കുടുംബത്തിലെ എല്ലാവർക്കും റേഡിയേഷൻ മൂലമുള്ള പ്രശ്നങ്ങളുണ്ടായി. മുത്തശ്ശൻ സ്ഫോടനമുണ്ടായി 1 മാസത്തിനകം മരിക്കുകയും ചെയ്തു. 1945 ഓഗസ്റ്റ് 6 പുലർച്ചെ മുതൽ തന്നെ ഹിരോഷിമ നഗരം ഭീതിയിലായിരുന്നു. വൻ നഗരങ്ങളിൽ സഖ്യകക്ഷികളുടെ ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പായിരുന്നു കാരണം. എങ്കിലും നഗരത്തിൽ എല്ലാം സാധാരണ നിലയിൽ നടക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾ തുറക്കുന്നു. ആളുകൾ ജോലിക്ക് പോകുന്നു. വ്യോമാക്രമണ മുന്നറിയിപ്പുമായി സൈറൻ മുഴങ്ങിയപ്പോൾ കുറെ ആളുകൾ കെട്ടിടങ്ങളിലും ട്രഞ്ചുകളിലും ഒളിച്ചു. അപ്പോഴേക്കും അത് സംഭവിച്ചു. ആറ്റം ബോംബ് പൊട്ടി. കൊടും ചൂടിൽ ഹിരോഷിമ ഉരുകി. നദികളിലെ വെള്ളം തിളച്ചു. എങ്ങും തീയും പുകയും കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധവും മാത്രം. ജീവൻ അറ്റുപോകാത്ത വികൃതമായ മനുഷ്യ ശരീരങ്ങൾ പുഴകളിൽ ചാടാൻ ഇഴഞ്ഞു നീങ്ങി. 100,000-ലേറെ ആളുകൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് മരിച്ചു. പൊള്ളലേറ്റ 10,000-ങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിലും മരണത്തിന് കീഴടങ്ങി. USSRന് ജപ്പാൻ പിടിച്ചെടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നല്ലോ. ബോംബ് സ്ഫോടനം കഴിഞ്ഞപ്പോൾ യുദ്ധം തീരാൻ പോവുകയാണ് എന്നൊരു സംശയം സോവിയറ്റ് യൂണിയനുണ്ടായി. ജപ്പാനെ തങ്ങൾ പിടിക്കാൻ പോവുകയാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അമേരിക്ക 2ാമത്തെ അണുബോംബ് നാഗസാക്കിയിലിട്ടു. 1945 ഓഗസ്റ്റ് 9. അതോടെ ജപ്പാൻ കീഴടങ്ങി. പിന്നെ ജപ്പാനെ പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങളിൽ അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങി. ജപ്പാൻ അമേരിക്കയുടെ ഒരു കക്ഷിയാകുന്ന കാഴ്ചയാണ് ക്രമേണ നമ്മൾ ചരിത്രത്തിൽ കണ്ടത്. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയതിലൂടെ ലോകത്തുണ്ടായ ദുരന്തത്തിന്റെ തീവ്രത ജപ്പാനും മനസ്സിലാക്കി. തങ്ങൾ കാണിച്ച അബദ്ധങ്ങൾ അവർ തിരിച്ചറിയുകയും അത് തിരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ടൂറിസ്റ്റുകളുടെ ധാരാളം ചെറുസംഘങ്ങൾ ഗൈഡുമൊത്തു വന്ന് ഈ കഥകൾ കേൾക്കുന്നു. നമ്മുടെ സംഘത്തിലെ ആളുകളും ഗൈഡിന്റെ അടുത്ത് നിന്ന് കഥകൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. ഞങ്ങൾ അവിടെ നിന്നും ബസ്സിലേക്ക് ചെന്ന് കയറി. ഒട്ടാ റിവറിന്റെ തീരത്തുകൂടിയാണ് ഇനി പോകുന്നത്. ഇപ്പോൾ ഒരു ഐലൻഡിലേക്ക് കയറുന്നു. മധ്യത്തിൽ ഒരു ചെറുദ്വീപ് സൃഷ്ടിച്ച് ഒട്ടാ നദി ഇവിടെ 2ആയാണ് ഒഴുകുന്നത്. ഐലൻഡിന്റെ ഈ ഭാഗം ഹിരോഷിമ പീസ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബസ്സുകളിലെല്ലാം ടൂറിസ്റ്റുകൾ എത്തിയതാണ്. പീസ് പാർക്കിന്റെ ഒരു ഭാഗത്ത് തന്നെയാണ് ആറ്റമിക് ബോംബ് ഡോം.
ഞാൻ ഈ ബസ്സിലിരിക്കുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹിരോഷിമയിലെ ബോംബിംഗ് എന്നാൽ നമ്മുടെ ആളുകളിൽ പലരുടെയും ധാരണ ഒരു 10 കെട്ടിടം തകർന്നുവെന്നാണ്. എന്നാൽ അന്ന് 7000 ഡിഗ്രി സെൽഷ്യസിൽ ഈ നഗരമാകെ ഉരുകിപ്പോയി. 6 സ്ക്വയർ കിലോമീറ്റർ ഏരിയ മുഴുവൻ, ഒരു നഗരത്തിന്റെ ഹൃദയഭാഗം മുഴുവൻ ചാരക്കൂമ്പാരമായി. നദിയിലെ വെള്ളം വരെ തിളച്ച് ആവിയായി പോകുന്നത്ര തീവ്രമായിരുന്നു ആ ചൂട്. അങ്ങനെ ഓടി ബസ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയത്തിന് മുന്നിലേക്കെത്തി. ആറ്റമിക് ബോംബ് സ്ഫോടനത്തിന് ശേഷം സംഭവിച്ച ജീവിത ദുരന്തങ്ങളുടെ കഥകൾ മുഴുവൻ വർണ്ണിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നൊരു മ്യൂസിയമാണിത്. ഈ മ്യൂസിയത്തിലൂടെ സഞ്ചാരം നടത്തിയ ഒരാൾ പിന്നെ ഒരു ആറ്റം ബോംബ് ഇടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അത്ര തീവ്രമാണ് ഇതിലെ കാഴ്ചകൾ. അതിമനോഹരമായി ഒരുക്കിയ മ്യൂസിയം. ലോകം നേരിട്ട അതിഭീകരമായ ഒരു ദുരന്തത്തിന്റെ വലിയൊരു പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയത്തിനകത്തെ ആ വിറങ്ങലിക്കുന്ന കാഴ്ചകളിലേക്ക് ഞങ്ങൾ നടന്നു.